റജബ് 27 രാത്രി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ജിബ്രീൽ ഈ വാക്ക് പറഞ്ഞ രാത്രിയാണ്. യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ പേര് ഉമ്മത്തി എന്നീന്ന് വെട്ടാതിരിക്കട്ടെ. അത് മതി, നമ്മളെ പേര് വെട്ടരുത്. എവിടുന്ന്? ഉമ്മത്ത് മുഹമ്മദ്. അതിന് നമ്മളെ പേര് വെട്ടാതെ അള്ളാഹു താല അള്ളാന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്ത ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിനുവേണ്ടി ദ്വാരക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? സയ്യിദുനാ ജിബ്രീലിന് പോലും ആ ലോകത്തേക്ക് പ്രവേശനമില്ല. ആ ലോകത്ത് ഇബ്രാഹിം നബി പോലും പോയിട്ടില്ല. അതുകൊണ്ട് ലിനുരിയഹു മിൻ ആയാതിനാ അർത്ഥം വെക്കാൻ ഒരു മുസ്ലിംക്ക് കഴിയുകയില്ല. പിന്നെ വല്യ വല്യ ആരിഫീങ്ങൾ ശംസുൽ ഉലമയെ പോലെ മഹാന്മാരുണ്ടാവും. അവര് നമ്മളോട് പറയൂല. എന്തുകൊണ്ട്? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ അഖൽ അനുസരിച്ച് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവിടെ വെച്ച് മുത്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് എന്ത്? നിസ്കാരം. അത് നമ്മുടെ മേറാജ്. നമ്മുടെ മേറാജ് നിസ്കാരമാണ്. ആ നിസ്കാരം കിട്ടിയത് ആ രാത്രിയാണ്. മുഅ്മിനെ ചിന്തിക്കണം. രണ്ട് നിലയ്ക്ക് ഇവിടെ പ്രത്യേകതയുണ്ട്. ഒന്ന് റജബാണ്. റജബ് എന്ന റജബ് ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന ഫിൽ ജന്നത്തിൽ ലനഹറൻ യുസമ്മാ റജബ്, റജബ് എന്ന പേരിലുള്ള ഒരു പുഴ സ്വർഗത്തിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രധാനപ്പെട്ട പുഴയുണ്ട് സ്വർഗത്തിൽ. അതിന്റെ പേര് റജബ് എന്നാണ്. റജബിനെ ബഹുമാനിക്കുന്നവര് ആ പുഴയിൽ നിന്ന് കുടിക്കുമെന്ന് റജബിനെ ഒരാൾ ബഹുമാനിച്ച മുഅ്മിനെ ആ പുഴയിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ആ പുഴയിൽ നിന്ന് കുടിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. റജബിന്റെ എന്ന പുഴയിൽ നിന്ന് കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സ്വർഗത്തിലെ ഒരു പുഴയാണ് ഏത്? പറ ഏത്? റജബ്. മൻ അല്ലമ റജബ്, റജബിനെ ഒരാൾ ബഹുമാനിച്ചാൽ സഖാഹുല്ലാഹ്, അല്ലാഹു തആല അവനെ കുടിപ്പിക്കും. ഏത് പുഴയെന്ന്? റജബ്. അല്ലാഹു തആല ഖവാസ് ഇബാദില്ല, അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ കുടിക്കുന്ന പുഴയാണ് ഏത്? റജബ്. അല്ലാഹു അതിനെ നമ്മൾ കുടിപ്പിക്കട്ടെ. ഉറക്കെ പറയ അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. ഉറക്കെ ആമീൻ പറയ അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. ഇമാം ബൈഹഖി അടക്കമുള്ള മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. അല്ലാഹു അതിൽ നിന്ന് നമ്മെ കുടിപ്പിക്കട്ടെ. അല്ലാഹു റജബ് എന്ന പുഴയിൽ നിന്ന് നമ്മളെ കുടിപ്പിക്കട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറ. അല്ലാഹ് ആ റജബിൽ നിന്ന് ഞങ്ങളെ നീ കുടിപ്പിക്കണമേ റബ്ബേ. റജബിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. റജബ് എന്ന പുഴയിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശ്രദ്ധിക്കണം, ചിന്തിക്കുക. റജബ് ബഹുമാനിക്കാത്തൊരു നബിയില്ല. റജബാണ് മുഹമ്മദ് മുസ്തഫാന്റെ മാസം. റജബ് മുഹമ്മദ് മുസ്തഫയുടെ മാസം എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലാഹു മുത്ത് റസൂലുള്ളാഹിന്റെ നൂറാനിയത്തിനെ ഭൂമിയിലേക്ക് അയക്കാനുള്ള പ്രത്യക്ഷം ആദ്യമായി ചെയ്തത് റജബിലാണ്. റജബ് ഷഹറുല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹ് അതിനു വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് റജബ്. അതുകൊണ്ട് എല്ലാ നബിമാർക്കും റജബിനോടൊരു ബന്ധമുണ്ട്. എല്ലാ നബിമാർക്കും മുഹമ്മദിനോടും ബന്ധമുണ്ട്. മുഹമ്മദ് മുസ്തഫയോട് ബന്ധമുള്ളത് കൊണ്ട് എല്ലാ നബിമാർക്കും റജബിനോട് ബന്ധമുണ്ട്. റജബിന്റെ ഒന്നിന്റെ രാത്രിയാണ് മുത്ത് റസൂലുള്ളാഹിയുടെ ഉമ്മായിലേക്ക്, അവിടുത്തെ പരിശുദ്ധമായ ഗർഭപാത്രത്തിലേക്ക് അബ്ദുള്ള എന്നവരിൽ നിന്ന് ആ നുത്ഫത്തുൻ നൂറാനിയ പ്രവേശിച്ചത്. ഒന്നാമത്തെ രാത്രിയാണ്.
ഇതറിയാത്ത നബിമാരില്ല. അതുകൊണ്ട് എല്ലാ നബിമാരും ആദരിച്ച മാസമാണ് റമളാൻ, റജബ്. എന്തുകൊണ്ട്? ഇങ്ങോട്ട് നോക്കേ, എന്റെ മോത്തേക്കൊക്കെ. എല്ലാ നബിമാർക്കും പ്രധാനമല്ല റമളാൻ, എല്ലാ നബിമാർക്കും പ്രധാനമാണ് റജബ്. എന്തുകൊണ്ട്? ഖുർആൻ എല്ലാ നബിമാർക്കും വേദഗ്രന്ഥമല്ല. മുഹമ്മദ് മുസ്തഫ എല്ലാവർക്കും നബിയാണ്. റസൂലുള്ളാഹിയുടെ മാസമാണ് ഏത്? പറ, ഏത്? റജബ്. നോക്ക്, റമളാന്റെ പ്രത്യേകത എന്താ? റമളാന്റെ പ്രത്യേകത ഇല്ലാത്ത നബിമാരാണ്. നബിമാർക്ക് റമളാനിൽ പ്രത്യേകത ഇല്ല. കാരണം റമളാന്റെ പ്രത്യേകത എന്താ? ഷഹ്റു റമളാൻ അല്ലദീ, ഓത് എന്താ നോക്കിയിരിക്കണം, ഓത്. ഏതാണ് ഈ മാസം മനസ്സിലാക്കണം. റമളാന്റെ പ്രത്യേകത എന്താ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയതാണ്. എന്തിന്റെ പ്രത്യേകത? പറ, ഏതിന്റെ? റമളാന്റെ പ്രത്യേകത. ഖുർആൻ എല്ലാ നബിമാർക്കും വേദഗ്രന്ഥമല്ല. റജബ് എല്ലാ നബിമാർക്കും മഹത്തമാണ്. എന്തുകൊണ്ട്? വഹുവ നബിയുൽ അംബിയായി മുഹമ്മദുൻ. ഖുർആനോട് ബന്ധമുള്ള നബിമാർ വേറെ, മുത്തുനബി അല്ലാതെ വേറല്ല. അതേ സമയത്ത് മുത്തുനബിയോട് ബന്ധമില്ലാത്തൊരു നബിയും ഇല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? റമളാൻ ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാത്രം മാസമാണേത്. ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, നിങ്ങൾ എന്ത് ഇരുത്താണ് ഇരിക്കുന്നത്? എല്ലാ ഉമ്മത്തിന്റെ മാസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ഇതിന്റെ മേന പറയുള്ളൂ. ഞാൻ ഇതിന്റെ മേന നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. നേരം വൈകിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടാ. ഞാൻ അർത്ഥം പറയണം, നിങ്ങൾ നോക്കി. റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റമളാൻ എല്ലാവരുടെയും മാസമല്ല, പിന്നെ എൻ്റെ ഉമ്മത്തിൻ്റെ മാസം. എന്നാ റജബ് എല്ലാവരും മാസമാണെന്ന് ഇനി പുതിയതായിട്ട് പറയേണ്ട ആവശ്യമില്ല. റജബ് അള്ളാഹുടെ മാസമല്ലേ. അള്ളാഹിനോട് ബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ റബ്ബേ, ഞാൻ ഇടക്കുളത്ത് പെട്ടുപോയോ? നിങ്ങൾക്ക് പറയണ മനസ്സിലാവണില്ലേ? നിങ്ങൾ വലിയ ദർസൊക്കെ നടത്തിയ നാട്ടുകാരല്ലേ, നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് പറയണ മനസ്സിലാവണില്ലേ? റമളാനോട് ഈ ഉമ്മത്തിന് മാത്രമാണ് ബന്ധം. റമളാനു ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മാത്രം മാസമാണ് ഏത്? റമളാൻ. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, റജബോ ആരുടെ മാസം? അള്ളാഹുടെ മാസമാവുമ്പോ ബന്ധമില്ലാത്ത ഒരാളുണ്ടാവോ? കാരണം എല്ലാവരും അള്ളാഹിനെ സൃഷ്ടിയല്ലേ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, മനുഷ്യനാകണ്ട ഈ ലോകത്തെ സകല ജീവജാലത്തിനും ആരോട് ബന്ധമുണ്ടാവും? റജബിനോട്. ചില കിതാബുകളിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, റജബിൽ ഒരാളെ മറവ് ചെയ്താൽ ഭൂമി അയാളെ ശിക്ഷിക്കാൻ മടിക്കുന്ന മാസമാണ്. കാരണം റജബിനോട് ബഹുമാനമാണ്. എന്തിന്? പടച്ച തമ്പുരാനെ, ഭൂമിക്ക്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണില്ലേ? റജബിനോട് ബന്ധമില്ലാത്തൊരു സൃഷ്ടിയും ഈ ലോകത്ത് ഇല്ല. ഒരാളെ റജബിൽ മറവ് ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ, അയാളെ പിടിച്ച് ബുദ്ധിമുട്ടിക്കാൻ വിഷമമാണ്. ആർക്ക്? ഭൂമിക്ക്. മരിക്കുകയാണെങ്കിൽ മരിക്കേണ്ട മാസമാണ് ഏത്? അല്ലാ, മരിക്കേണ്ട മാസമാണ് ഏത്? നിങ്ങൾ മരിക്കാൻ വേണ്ടി ഇപ്പൊ ദ്വാരക്കോയോ ആത്മഹത്യ ചെയ്യോ ഒന്നും ചെയ്യണ്ട. എന്നാലും മരിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല മാസമാണ് ഏത്? എന്തുകൊണ്ട്? റജബുൻ ഷഹ്റുല്ലാഹ്. മയ്യത്ത് കെട്ടിലും ഒരു ബന്ധം ഉണ്ടാവും. കാരണം അള്ളാന്റെ സാധനമല്ലോ മയ്യത്ത് കെട്ടില്. അള്ളാന്റെ മാസമല്ലേ ഏത്? ഞാനിത് പഠിപ്പിച്ചിട്ട് തന്നെ പോകുള്ളൂ, ഞാനത് പഠിപ്പിക്കാതെ പോകൂല. റജബുൻ ഷഹ്റുല്ലാഹ് ശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റമളാൻ എൻ്റെ ഉമ്മത്തിന്റെ മാസം, റജബ് അള്ളാഹുടെ മാസം. അപ്പൊ ലോകത്തെ സകല സൃഷ്ടിയിലേക്ക് ചേർത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട മാസം ഏതാ? റജബ്. നമുക്ക് റമളാന്. എന്നാൽ ലോകത്തിന് ഏതാ ബന്ധം? റജബ്. അവർക്ക് ഖുർആൻ വേദഗ്രന്ഥമല്ലല്ലോ. നമുക്ക് റജബ്, നമുക്ക് റമളാൻ പ്രത്യേകത ആയതുകൊണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ഖുർആൻ കിട്ടി, മറ്റുള്ളവർക്ക് ഖുർആൻ കിട്ടിയില്ല. അവർക്ക്
അള്ളാഹുവിന്റെ മാസമാണ് ഏത്? റജബ്. അപ്പോൾ റജബിനെ ബഹുമാനിക്കാത്തൊരു നബിയില്ല. എന്താ റജബിന്റെ പ്രത്യേകത? റജബിന്റെ പ്രത്യേകത റഹ്മത്ത്, റഹ്മത്തുൽ ലിൽ ആലമീന ഭൂമിയിലേക്ക് ആദ്യം അയച്ചത് റജബിലാണ്. റജബ് 1 ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലെ പുണ്യ റസൂലുള്ളാഹി തീരേണ്ട അന്നുത്ഫത്തുൻ നൂറാനിയ മുത്ത് മുഹമ്മദ് മുസ്തഫ, അതാണ് റജബ്. അതുകൊണ്ട് റജബ് പ്രധാനപ്പെട്ട മാസമാണ്. റജബിനോട് ബന്ധമില്ലാത്തൊരു സൃഷ്ടിയും ഇല്ല. അജ്ഞാന കാലഘട്ടത്തിൽ, വിവരമില്ലാത്ത കാലത്ത് മനുഷ്യന്മാർ എന്ത് ചെയ്യും? റജബ് മാസത്തിൽ മനുഷ്യന്മാർ സ്വന്തം ബാപ്പാടെ കാതകനെ കണ്ടാൽ പോലും ഒന്നും ചെയ്യൂല, റജബിനെ ബഹുമാനിച്ചിട്ട്. പഴയ കാലത്ത് മനുഷ്യര് അവരുടെ ബാപ്പാടെ കാതകനെ കണ്ടാൽ പോലും ഒന്നും ചെയ്യൂല. എന്തേ? റജബിനെ ബഹുമാനിച്ചിട്ട്. റജബ് ആണെങ്കിൽ മൻ മർറ ബിഹി ഖാതിലു അബീഹി ഫലാ യർഫഉ ഇലൈഹി സൈഫഹു ഇദാ കാന ബി റജബിൻ. ഒരു മനുഷ്യന്റെ മുന്നിലൂടെ ബാപ്പാന്റെ കൊലയാളി നടന്നു പോയാൽ പോലും റജബ് മാസത്തിൽ അവന് ഒന്നും മിണ്ടുകയില്ല. എന്തുകൊണ്ട്? റജബ്. റജബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുഅല്ലം, ബഹുമാനിക്കപ്പെടേണ്ടത് എന്നാണ്.